പരിശുദ്ധമായ ആശൂറയുടെ ദിവസം, മുഹറം 10-ാമത്തെ ദിവസം, ഈ പകൽ ഓതൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ സൂറത്തിന്റെ പ്രത്യേകതകൾ എണ്ണി പറയുന്നത് ആകാശഭൂമികളുടെ അടിസ്ഥാനം ഈ സൂറത്താണ് എന്ന 40 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ ഈ സൂറത്ത് കാരണമായി തീരും. വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ഈ സൂറത്ത് പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവൂല. രോഗികളായ ആരെങ്കിലും ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ രോഗം അത്ഭുതകരമായ രൂപത്തിൽ ശമനം കിട്ടും. തുടങ്ങി കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളുള്ള സ്വർഗീയ കൊട്ടാരങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന കേവലം 5 ആയത്തുള്ള ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം, പഠിക്കാം. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം നോക്കിയാൽ, മഹത്തുക്കളായ ഔലിയാക്കളുടെ ജീവിതം നോക്കിയാൽ ഇന്നത്തെ ദിവസം ഈ സൂറത്ത് ഓതാതെ അവർ കഴിഞ്ഞു പോയിട്ടില്ല. ചില ആളുകൾ 1000കണക്കിന് ഓതിയവരുണ്ട്, ചില ആളുകൾ ലക്ഷക്കണക്കിന് ഓതിയവരുണ്ട്. അള്ളാഹു കുറഞ്ഞ പക്ഷം ഒരു 100 തവണയെങ്കിലും ഇന്നത്തെ ദിവസം ഓതാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ സൂറത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ ഇത് ഓതാതെ ഈ ഒരു പകൽ നമ്മൾ കടന്നു പോവുകയില്ല. ഇൻഷാ അല്ലാഹ് മുഴുവനായി കേട്ടുവെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ഈ പവിത്രമായ ദിവസത്തിൽ അല്ലാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളെയും അല്ലാഹു ഖബൂലാക്കട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതും എത്രയോ ഉമ്മമാരാണ്, സഹോദരിമാരാണ്, സഹോദരന്മാരാണ് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ക്ലാസ് കേൾക്കുകയും കമന്റായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ദുആ വസിയത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർ. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. അല്ലാഹു എല്ലാവർക്കും നീ ഖൈർ നൽകണേ. അല്ലാഹ് ഈ ദിവസത്തിന്റെ മുഴുവൻ ബറക്കത്തും അവരുടെ ജീവിതത്തിൽ നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സാധുക്കളായ മുഅ്മിനീങ്ങൾ സഹോദരങ്ങൾക്കും അള്ളാഹു നീ വലിയ ബറക്കത്ത് ചെയ്ത് തരണേ റഹ്മാനെ. ഇന്നത്തെ ദിവസം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വലിയ അവസരം അള്ളാഹു നൽകിയ ദിവസമാണ്. ഇല്ല, ഇന്ന് നോമ്പുകാരായിരിക്കും പല ആളുകളും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നോമ്പനുഷ്ഠിക്കാൻ സുന്നത്തായ നോമ്പുകൾക്ക് അവസരം നൽകുമാറാകട്ടെ. നോമ്പ് വലിയ കൂലിയുള്ളതാണ്. ഇന്നത്തെ ദിവസത്തിലെ നോമ്പിന് 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കാനുള്ള കൂലിയുണ്ട്. ഇന്നത്തെ ദിവസത്തെ നോമ്പിന് 1 കൊല്ലത്തെ, ഇപ്പം പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ സുബഹി കഴിഞ്ഞ ഉടനെയാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും എഴുന്നേറ്റതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടായിട്ടില്ല എങ്കിൽ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നോമ്പിന്റെ കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സുന്നത്തായ നോമ്പ്, അതായത് ആശൂറയുടെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോക്കുന്നു, അല്ലെങ്കിൽ മുഹറം 10ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോക്കുന്നു എന്ന് ഇപ്പം നിയ്യത്ത് വെച്ചാലും സുന്നത്തായ നോമ്പിന് എന്ത് ചെയ്യും, അത് ശരിയാകും, ആ നിയ്യത്ത് സ്വഹീഹാവും. അതുകൊണ്ട് ആരെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ മറ്റ് ചായയോ ഒന്നും കുടിച്ചിട്ടില്ല എങ്കിൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അങ്ങനെ നിയ്യത്ത് വെക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. മറന്നുപോയവരാണെങ്കിൽ ഒരുപാട് കൂലി കിട്ടുന്ന ഒരു നോമ്പ് കൂടിയാണല്ലോ, നമുക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയേണ്ട. ഇനി ഇന്നത്തെ ദിവസം ഓതാൻ പറ്റിയ ബെസ്റ്റ് ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയുകയുള്ളൂ. ഒരു സൂറത്ത് 5 ആയത്തുള്ള ഒരു സൂറത്ത്, നമുക്കൊക്കെ ഓതാൻ അറിയുന്ന ഒരു സൂറത്ത്. എന്നാൽ ഇന്നത്തെ ദിവസം ഇനി അത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്, ഇനി നമ്മൾ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ, എല്ലാ ദിവസവും കൊണ്ടു നടക്കാൻ പറ്റിയ സൂറത്താണ് ഇൻഷാ അല്ലാഹ്. ഏതാണ് സൂറത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതുമല്ല, പരിശുദ്ധ ഖുർആനിലെ 112ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അതായിരുന്നു ഉസ്താദേ, അത് തന്നെ. എന്താണ് ഇന്നത് ഓതണം എന്ന് പറയാനുള്ള കാരണം കൂടെ കേട്ടോളി. എന്തുകൊണ്ടാണ് ആ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം എന്ന് പറയാൻ കാരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എമ്പാടും പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ഹദീസ് വായിച്ചു നോക്കിയപ്പോൾ, ആ സൂറത്തിനെ പറ്റിയുള്ള മഹത്വങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരിക തന്നെ. എല്ലാം കൂടി ഇപ്പോൾ പറയാൻ എന്തായാലും സമയം കിട്ടൂല. നമ്മുടെ വീഡിയോ വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആയി പോകും. അതുകൊണ്ട് കുറഞ്ഞത് മാത്രം ഇൻഷാ അല്ലാഹ് ഞാൻ എടുത്തു പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അത് കേട്ടാൽ തന്നെ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് എമ്പാടും പാരായണം ചെയ്യാനുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിനെ പറ്റി പറഞ്ഞത് അതിന്റെ ആയത്തുകൾ 5 ആയത്തുകളാണ്. അതിനെപ്പറ്റി പറഞ്ഞത് എന്താ, വഹിയ അസാസുസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ അടിസ്ഥാനം, അടിത്തറ സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്ന. ഈ ആകാശഭൂമികൾ നിലനിൽക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസിന്റെ പവർ കൊണ്ടാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചില ഹദീസുകൾ വായിച്ചുതരാം. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു ഒരു തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓദിക്കുക എൻ്റെ കൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹുൽ അലീം. ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു. മൻ ഖറഅഹ ഫകഅന്നഹ ഖറഅ സുൽസുൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 ഓതിയതിന്റെ പ്രതിഫലം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നല്ല നിയത്തോടു കൂടിയിട്ടാണ് ഓതിയെങ്കിൽ ഖുർആനിന്റെ 1/3 ഓതിയതിന്റെ പ്രതിഫലം നൽകപ്പെട്ടു ഒരൊറ്റ തവണ ഓതിയതിന്. അപ്പോൾ 3 തവണ ഓതിയാൽ ഒരു ഖത്മ് ഖുർആൻ മുഴുവൻ ഓതിയ കൂലി. ഒന്നാമത്തെ നേട്ടം കേട്ടോളി. ഇനി രണ്ടാമത്തെ നേട്ടം കേട്ടോ. വഉഅതിയ മിനൽ അജ്രി 10 ഹസനാത്തിൻ ബിഅദദി മൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ. അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒരു തവണ പരിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്ത് 5 ആയത്ത് മാത്രമുള്ള ഈ സൂറത്ത് പാരായണം ചെയ്ത ആൾക്ക് കിട്ടുന്ന നേട്ടം, അള്ളാഹുവിനെ കൊണ്ടും മലക്കുകളെ കൊണ്ടും കിതാബുകളെ കൊണ്ടും മുർസലീങ്ങളെ കൊണ്ടും അന്ത്യനാള് കൊണ്ടും വിശ്വസിച്ച ആളുകളുടെ എണ്ണത്തിനനുസരിച്ച്, അതായത് ലോകത്ത് കഴിഞ്ഞുപോയ ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എത്ര ആളുകൾ ഉണ്ടാവും? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ.
എത്ര മുഅ്മിനീങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതിന്റെ എണ്ണം ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ആ കണക്ക് പ്രകാരം എത്രയാണോ ഉള്ളത് ആ കണക്കിന്റെ 10 ഇരട്ടി നന്മ ആർക്ക് എഴുതപ്പെടും? ഈ ഒരു സൂറത്ത് ഒരൊറ്റ തവണ ഓതുന്ന ആൾക്ക് എഴുതപ്പെടും. നോമ്പുകാരായിട്ട് ഓതാൻ അവസരം കിട്ടിയാലോ? ഒന്ന് ഓതിക്കൂടെ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഒരുപാട് തവണ ഓതാൻ ഭാഗ്യം നൽകട്ടെ. ഇനി അടുത്തത് കാണാം. ആർക്ക് നബിതങ്ങൾ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഒരാൾക്ക് ഖുർആന്റെ 1/3 ഓതുക, ഖുർആൻ എല്ലാ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഖുർആൻ 1/3 ഭാഗം 10 ജുസ് ഓതി കിടക്കാൻ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ എങ്ങനെയാണ് 10 ജുസൊക്കെ ഓതിട്ട് കിടക്കുക? നബിതങ്ങൾ പറഞ്ഞു, പേടിക്കേണ്ട, ഫൽയഖ്റ, നിങ്ങൾ ഓതണം സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നതിന് മുമ്പ് ഒരു തവണ ഈ സൂറത്ത് ഓതിയിട്ട് കിടക്കണം. പകല് സമയത്ത് എമ്പാടും ഇന്ന് ഇൻഷാ അല്ലാഹ് ഓതണം. ഇത് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഇനി അതിന്റെ ചില മഹത്വങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും ഒരാൾ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ, ഒരു തവണ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്തു, എന്നാൽ ബൂരിക അലൈഹി, ആ വ്യക്തിയുടെ മേൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യപ്പെടും, അദ്ദേഹത്തിന് മാത്രം ഒരു തവണ ഓതിയാൽ. ഇനി ഫഇൻ ഖറഅഹ മറത്തൈനി, 2 തവണ അയാൾ ഓതി. ഇപ്പൊ ഞാൻ 2 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി, എന്നാൽ ബൂരിക അലൈഹി വഅലാ അഹ്ലിഹി, എനിക്കും ബർക്കത്ത് ചെയ്യും, എന്റെ കുടുംബത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്യും, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഞാൻ 2 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ. ഇനി ഫഇൻ ഖറഅഹ 3 മറത്തിൻ, 3 തവണ ഓതി, ഞാനൊരു 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി, എന്നാൽ ബൂരിക അലൈഹി വഅലാ അഹ്ലിഹി വഅലാ ജമീഇ ജീറാനിഹി, എനിക്കും എൻ്റെ അഹ്ലുകാർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ മുഴുവൻ അയൽവാസികൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യും. എന്നെ ഉപദ്രവിക്കുന്നവനാണ് എൻ്റെ അയൽക്കാരൻ, അവനങ്ങനെ എന്നെ കൊണ്ട് ബർക്കത്തുണ്ടാകണ്ട എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. അയാൾ ഇങ്ങോട്ട് ഇടങ്ങേറാക്കുകയോ ബുദ്ധിമുട്ടാക്കുക എന്ത് വേണം ചെയ്തോട്ടെ, നമ്മൾ കാരണം അയാൾക്കൊരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു അതിൻ്റെ പ്രതിഫലവും പിന്നെ നമുക്ക് നൽകാം. നമ്മൾ അയാളെ ഈ തീക്കനൽ തെറ്റിക്കുന്നത് പോലെയാണ് എന്ന് മുത്തനബി തങ്ങളുടെ ചില ഹദീസിൽ കാണാം. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമ്മളിപ്പോൾ ചെയ്തതുകൊണ്ട് അയാൾ നന്നായാലോ എന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കേണ്ട. നമുക്ക് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ അവസരങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് തവണ ഇന്ന് ഓതുക, ഇന്ന് ഒരിക്കലും ഇത് ഒഴിവാക്കരുത്. 1 തവണ ഓതിയാൽ നമുക്ക് ബർക്കത്ത് കിട്ടും, 2 തവണ ഓതിയാൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിനും ബർക്കത്ത് കിട്ടും. 3 തവണ ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും അയാളുടെ അയൽവാസികൾ, അത് ജമീഅ ജീറാനിഹി എന്നാണ് പറയുന്നത്, മുഴുവൻ അയൽവാസികൾ, ഒരാൾക്ക് 40 ജീറാനുകൾ ഉണ്ടാവുന്ന, 4 സൈഡിൽ നിന്നും 40 വീട് വരെ അയൽവാസികളാണെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവർക്കെല്ലാം ബർക്കത്ത് കിട്ടാൻ ഒരു 3 തവണ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നാട്ടിൽ എല്ലാവരും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ ആ നാട്ടിന്റെ ബർക്കത്ത് എന്തോരം ഉണ്ടാവും, ആ നാട്ടിൽ എത്തോരം ബർക്കത്ത് ഉണ്ടാവും അല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി അതിലേക്കാട് കൂടുതൽ ഓതിയാലെന്ന് ചോദിച്ചാലോ, ഒരാൾ ചോദിക്കുകയാണെന്ത്, ഇപ്പൊ എൻ്റെ 4 വട്ടം ഓതി, 5 വട്ടം ഓതി, 6 വട്ടം ഓതി. ഇനി കേട്ടോളി, ഫൈൻ ഖറഅഹ 12 മറ, ഇനി ഒരാൾ 12 തവണ ഓതി, കുറെ അങ്ങോട്ട് എന്ത് ചെയ്തു, കുറെ ഓതിയിട്ട് 12 തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു 12 ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ 12 കൊട്ടാരങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന, സ്വർഗത്തിൽ 12 കൊട്ടാരങ്ങളെ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. 12 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് 5 ആയത്തുള്ള സൂറത്ത് നമ്മൾ സ്ഥിരം ഓതുന്ന സൂറത്തല്ലേ, ഒരു 12 തവണ എണ്ണിയൊന്ന് ഓതി നോക്കി ഇൻഷാ അല്ലാഹ്, സ്വർഗത്തിലെ 12 കൊട്ടാരങ്ങൾ അല്ലാഹു നൽകും. ഇനിയോ ഹഫളത്തീങ്ങളായ കാവൽക്കാരായ മലക്കുകൾ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ സഹോദരനായ വ്യക്തിയുടെ കൊട്ടാരത്തിനരികെ ഇങ്ങനെ ഞങ്ങൾ പോയി എന്ന് എന്ത് ചെയ്യും, അവരിങ്ങനെ പവർ പറയും. നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന ഹഫളത്തീങ്ങളായ മലക്കുകളുണ്ടല്ലോ, നമ്മളെ കാക്കാൻ സംരക്ഷിക്കാൻ അള്ളാഹു പ്രത്യേകം ഏൽപ്പിച്ച ചില മലക്കുകൾ, അവരിങ്ങനെ പറയുന്നത്, നമ്മുടെ അഹാകുന്ന സഹോദരനാകുന്ന ആ വ്യക്തിക്ക് അള്ളാഹു കൊടുത്ത കൊട്ടാരത്തിനരികെ ഞങ്ങൾ നടന്നു എന്ന്, ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു എന്ന്. അത്രയും, അതായത് ഉറപ്പാണ് ഇന്ന് ആ കൊട്ടാരം കിട്ടുമെന്ന് ഉറപ്പാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കൂടുതൽ ഓതാൻ ഒരാൾക്ക് അവസരം കിട്ടി, 100 തവണ ഓതി, എന്നാലോ ഫഇൻ ഖറഅഹ 100 മറത്തൻ, ഒരാൾ 100 തവണ പരിശുദ്ധമായി സൂറത്ത് ഓതി. ഇൻഷാ അല്ലാഹ് ഇന്ന് മാക്സിമം ഒരു 100 തവണയെങ്കിലും ഓതാൻ ശ്രമിക്കുക. പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഒറ്റയെഴുപ്പിന് ഓതണമെന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാതെ ഓതി തീർത്താൽ മതി. എല്ലാ വക്കത്തിനും ശേഷം കുറേശ്ശെ ഓതി കഴിഞ്ഞാൽ ഒരു 4 വക്കത്ത് കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. 100 തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ കഫറ അൻഹു ദുനൂബ 25 സന, അയാളുടെ 25 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. കേവലം 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ 25 കൊല്ലത്തെ പാപങ്ങൾ എന്ത് ചെയ്യും, അയാൾക്ക് ഒറ്റയടിക്ക് പൊറുക്കപ്പെടും. അപ്പോൾ ഒരു 100 തവണ 200 തവണ ഓതിയാലോ അയാൾക്ക് എന്ത് ചെയ്യും, 25ന്റെ കൂടെ പിന്നെ ഒരു 25 50 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും. 25 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ 100 തവണ തസ്ബീഹ് മറിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തൊന്ന് ഓതിയാൽ മതി. അള്ളാഹു ഭാഗ്യം നൽകാം. ഇനി അതിനേക്കാൾ കൂടുതൽ ഓതാൻ പറ്റിയ ഒരാൾക്ക് ഫഇൻ ഖറഅഹ 400, ഒരാൾ എന്ത് ചെയ്തു, 400 തവണ ഓതി, 400 തവണ ഒരാൾ ഓതി, എന്നാൽ കഫറ അൻഹു ദുനൂബ 400 സനത്തിൻ, എത്ര, 400 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. അവിടെ 40 എന്നല്ല പറഞ്ഞത്, നോക്കൂ നിങ്ങൾ, 400 തവണ 100 തവണ ഓതിയാൽ 25 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും. എന്നിട്ട് 400 തവണ ഒരാൾക്ക് ഇനി സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അവസരം കിട്ടിയാൽ അയാൾ ഓതി, എന്നാൽ എന്ത് ചെയ്യും, അവിടെ 40 കൊല്ലത്തെ എന്നല്ല പറഞ്ഞത്,
അവിടെ എന്ത് ചെയ്യും? അയാൾക്ക് 400 വർഷത്തെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇനി ഫഇൻ ഖറഅഹ അൽഫ മറത്തിൻ, ഒരാൾ എന്ത് ചെയ്തു? 1000 തവണ ഈ സൂറത്ത് ഓതി. സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ഓതിക്കഴിഞ്ഞാൽ ലം യമുത് ഹത്താ യറാ മക്കാനഹു മിനൽ ജന്ന, സ്വർഗത്തിൽ ആ വ്യക്തിയുടെ സ്ഥാനം കണ്ടിട്ടല്ലാതെ അദ്ദേഹം മരണപ്പെടൂല എന്ന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ചില നമ്മളെ സംരക്ഷിക്കുന്ന ചില പ്രൊട്ടക്ഷനായ ചില കവചങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആരെങ്കിലും ഒരാൾ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് താൻ എവിടെയാണോ സ്വർഗത്തിലുണ്ടാകുക ആ സ്ഥാനം കണ്ടിട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുകയുള്ളൂ എന്ന്. സ്വർഗത്തിലെ സ്ഥാനം കണ്ടിട്ടല്ലാതെ അയാൾ മരണപ്പെടുകയില്ല, അദ്ദേഹത്തിനെ കാണിച്ചു കൊടുക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സ്വർഗാവകാശിയായിട്ടല്ലാതെ ആ മനുഷ്യൻ ലോകം വിട്ടുപോകൂല എന്ന്. സ്വർഗാവകാശിയായിട്ടേ ആ മനുഷ്യൻ മരിക്കുകയുള്ളൂ എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകൽ അള്ളാഹു അതിനുള്ളതാക്കി തരുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഒരാൾ വീട്ടിലേക്ക് കടക്കുന്ന സമയം ദാരിദ്ര്യം പേടിക്കുന്നവരാണെങ്കിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ, സമ്പത്തില്ലായ്മയുണ്ടെങ്കിൽ, വീട്ടിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ദുരിതവും ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവരും ഓതണം. പ്രത്യേകിച്ച് അവർ ഓതണം. ബിസ്മി ചൊല്ലിയതിന് ശേഷം വീട്ടിൽ കടന്നതിന് ശേഷം ഒരു സലാം പറയുക. വീട്ടിൽ ആളുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു സലാം പറയുക. ആ സലാമിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക് പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി കടന്നു വരില്ല. ഓതിക്കൊള്ളു ഇൻഷാ അല്ലാഹ്. ഇന്നു മുതൽ നമ്മൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയാം. വീട്ടിലുള്ളവർക്ക് എന്ത് ചെയ്യാം? സലാം പറയാം. ഉള്ളെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ഭർത്താവിന് ആരോ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് സലാം പറയാം. ഇനി ആരുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയാം. അവിടെ മലക്കുകളുണ്ടാവും, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടാവും. അവർ സലാം അടക്കും. അവരുടെ സലാം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടൂലേ? അവർ ദുആയല്ലേ ചെയ്യുന്നത്? അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലെ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നല്ലേ അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സലാം കിട്ടാൻ കാരണമായി തീരും. അതിനുശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിന്നെ ദാരിദ്ര്യം കടന്നു വരികയേയില്ല. ഇനി രോഗികളായി കിടക്കുന്ന ആളുകളാണെങ്കിൽ ആ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടണമെന്ന്, മോചനം കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അയാളുടെ രോഗത്തിലായി കിടക്കുന്ന ആ രോഗത്തിൽ കടന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്തിട്ടെ? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഷിഫാഇനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, ആ രോഗത്തിൽ നിന്നും ഷിഫാഇനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഷിഫയായി കിട്ടും, ആ രോഗം പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി അതല്ല, അള്ളാഹു മരണമാണ് അദ്ദേഹത്തിന് ഉദ്ദേശിച്ചത് എങ്കിൽ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ആ രോഗത്തിലൂടെ മരണപ്പെടണമെന്നാണ് അള്ളാഹുവിന്റെ ഖളാ ഉള്ളത് എങ്കിൽ ഈമാൻ സലാമത്തായി പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കാൻ പറ്റും. രണ്ടായാലും നേട്ടമാണ്. ഒന്നിക്കൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ രോഗം പരിപൂർണമായി ഷിഫാ ലഭിക്കും. രണ്ടാമത്തത് ഈമാൻ സലാമത്തായി പരിശുദ്ധ സ്വർഗം കണ്ടു മരിക്കാൻ കഴിയാം. രണ്ടാണെങ്കിലും ഓക്കെ അല്ലേ? ഒരാൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ അവസരം കിട്ടാന്ന് വെച്ചാൽ സ്വർഗത്തിലായെന്ന്, അയാൾ സ്വർഗത്തിൽ പോയെന്ന്, പിന്നെന്ത് ബേജാറാ? പിന്നെന്ത് ഇവിടെ നാട്ടിലെ ജീവൻ കിട്ടിയിട്ടെന്ത് കാര്യം? ഇനി അതല്ല എങ്കിൽ നാട്ടിൽ ഇനി ജീവിക്കണം എന്നാണ് അല്ലാഹുവിന്റെ കണക്കാക്കലെങ്കിൽ അയാൾക്ക് രോഗം ഷിഫയായി പരിപൂർണ്ണ ആഫിയത്തോടുകൂടി ജീവിക്കാൻ അവസരം കിട്ടും. രണ്ടായാലും നേട്ടമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ രോഗങ്ങൾക്ക് ശമനമായിട്ട്, നമ്മളുടെ ദാരിദ്ര്യം മാറിക്കിട്ടാൻ, കടബാധ്യതകൾ തീർന്നു കിട്ടാൻ, ഹൈറാത്തുകൾ കിട്ടാൻ, ബർക്കത്തുണ്ടാകാൻ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം മുടങ്ങാതെ ഒരുപാട് ഓതാൻ ശ്രമിക്കുക. കഴിവിന്റെ പരമാവധി ഒരു 1000 തവണ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതുക. ഇനി അതല്ലെങ്കിൽ 100 തവണ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതുക. ഇനി അതിനും പറ്റിയില്ല, ഒരു 10 തവണയെങ്കിലും ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഒന്ന് സമയം കണ്ടെടുത്തിയിട്ട് ഈ ഒരു സൂറത്ത് പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് നന്മകൾക്ക് അല്ലാഹു അവസരം നൽകട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, കുടുംബത്തിനൊക്കെ വലിയ വിശാലത ചെയ്തു കൊടുക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട്, പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്ത്, അവരുടെ ഭക്ഷണത്തിന് അവർക്ക് ഇഷ്ടമുള്ളത്, കഴിക്കാൻ ഇഷ്ടമുള്ളത്, താല്പര്യം എന്താണ് അത് വാങ്ങിക്കൊടുത്ത് അവരുടെ വയറ് നിറച്ചു കൊടുത്താൽ ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ സമ്പാദ്യത്തിലും ജീവിതത്തിലും ഒക്കെ അല്ലാഹു വലിയ വിശാലത ചെയ്തു തരുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സാധുക്കളെ സഹായിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അങ്ങനെ സഹായിക്കുക. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുത്തൊരു സഹായം സാധുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. തുടങ്ങി ഒട്ടനവധി നന്മകൾ കൊണ്ട് ഇന്നത്തെ ദിവസം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹ്. വീഡിയോ മുഴുവനായി കേട്ടവർ ഇൻഷാ അല്ലാഹ് കമന്റ് അറിയിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫാ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.